മലയാളത്തിൽ നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് വെളിപ്പെടുത്തി നടി പാർവതി. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നും മുതിർന്ന ആളുകളിൽ നിന്നാണ് ഇത് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നും പാർവതി പറയുന്നു. അതിൽ നടനെന്നോ സംവിധായകനെന്നോ വ്യത്യാസമില്ല. ഞങ്ങളാണ് നിനക്ക് ബ്രേക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരവകാശം പോലെയാണ് ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരോടൊപ്പം ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ടാകാം കുറച്ചു കാലം സിനിമയിൽ വരാതിരുന്നതെന്നും പാർവതി പറഞ്ഞു. അഭിനയിക്കാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സാഹിത്യം പഠിക്കാൻ പോകും. നോ പറയാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് തിരിച്ചറിയണമെന്നും പാർവതി പറയുന്നു. ടേക്ക് ഓഫ് എന്ന സിനിമ സംവിധായകൻ രാജേഷ് പിള്ളയുടെ മരണത്തെയാണ് തോൽപ്പിക്കുന്നത്. രാജേഷിനെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ മരണത്തിനാകില്ല. രാജേഷ് മരിക്കുന്ന ദിവസമാണ് ടേക്ക് ഓഫിന്റെ കോർ ടീം രൂപപ്പെട്ടതെന്നും പാർവതി പറഞ്ഞു. സിനിമയിൽ വയറ് കാണിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് വലിയ കുംഭയുണ്ട്, ഞാൻ അതിൽ അഭിമാനിക്കുന്നുവെന്നും മൂത്രമൊഴിക്കാതെ പിടിച്ചു നിന്നാണ് അഭിനയിച്ചതെന്നും പാർവതി വ്യക്തമാക്കി. ഞാനൊരു ഫെമിനിസ്റ്റാണ്. ആദ്യം മകളായി, കാമുകി, അമ്മ, അമ്മാമ്മ എന്നിങ്ങനെ സ്ത്രീകളുടെ ജീവിതം ടാഗ് ചെയ്യപ്പെടുന്നു. കുട്ടിയായിരുന്നപ്പോൾ മൊളസ്റ്റേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നേ സമൂഹം പറഞ്ഞു തന്നിരുന്നുള്ളൂ. എനിക്ക് എന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റും എന്ന് സമൂഹം പറഞ്ഞു തന്നിരുന്നില്ല. വയ്യാതാകുമ്പോൾ കൈയും കാലും വിടർത്തിയൊന്ന് കിടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും പാർവതി ചോദിക്കുന്നു. എല്ലാവരും പെണ്ണുങ്ങളായിട്ടാണ് കാണുന്നത്, വ്യക്തികളായിട്ടാണ് കാണേണ്ടത്. അമ്മവേഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയാവാൻ ഇനി കാത്തിരിക്കാൻ വയ്യ എന്നായിരുന്നു മറുപടി. അമ്മയാവുക എന്നത് ജീവിതത്തിലെ തന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. 9 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായി അഭിനയിക്കാൻ മടിക്കുന്നത് എന്തിനാണ്? സിനിമയിൽ അഭിനയിക്കുന്നു എന്നത് സമൂഹത്തിലെ ആളുകളെ പ്രതിനിധീകരിക്കലാണ്. പിന്നെ എന്തിനു ഞാൻ അമ്മ റോൾ ചെയ്യാതിരിക്കണം? അഭിനയം എന്ന് പറയുന്നത് വലിയൊരു നുണപറച്ചിലും അതിൽ ജീവിക്കലുമാണെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു. ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫിലിം ഡെസ്ക്, മംഗളം ഓൺലൈൻ.